ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഓഗസ്റ്റ് മാസത്തെ ഫലമാണ് പറയുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ ധനു കൂറുകാർക്ക്, ധനുരാശിക്കാർക്കുള്ള ഫലമാണ് പറയുന്നത്. ധനുരാശിന്റെ 3-ാം ഭാവത്തിൽ അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന ശനി ഇപ്പോൾ വക്രഗതിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വക്രഗതി എന്ന് വെച്ച് പറഞ്ഞാൽ ഗ്രഹങ്ങൾ മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നൊരു സങ്കല്പത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുന്നോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതുപോലെ തന്നെ ഗ്രഹങ്ങൾ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ചില സമയങ്ങളിൽ അത് പുറകോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയും. പുറകോട്ട് സഞ്ചരിക്കുമ്പോൾ പിന്നിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഗ്രഹത്തിന് ബലം കൂടും, ശക്തി കൂടും, ബലവാനായി മാറും എന്നാണ് പറയുന്നത്. അതായത് സാധാരണ ഒരു ക്ഷേത്രത്തിൽ നിൽക്കുകയാണെങ്കിൽ, ബന്ധുക്ഷേത്രത്തിൽ നിൽക്കുകയാണെങ്കിൽ ബന്ധുക്ഷേത്രത്തിൽ നിൽക്കുകയാണെങ്കിൽ ബന്ധുബലം കൂടും എന്നാണ് പറയുന്നത്. ബന്ധുബലം കൂടും വെച്ച് പറഞ്ഞാൽ ബലം കൂടി വരും എന്നാണ് പറയുന്നത്. ശത്രുക്ഷേത്രം നിൽക്കുകയാണെങ്കിൽ ശത്രുക്ഷേത്രം നിൽക്കുകയാണെങ്കിൽ ആ ദോഷത്തിന് മാറി ആൾ ബലവാനായി മാറും. കുറച്ച് മിത്രക്ഷേത്രത്തിൽ നിൽക്കുന്ന ഒരു ബലം വരും. അതേ സ്വക്ഷേത്രത്തിൽ മൂലക്ഷേത്രത്തിൽ നിൽക്കുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു ബലം ഉണ്ടാവും. അതിൽ കൂടി വക്രഗതി കൂടി വന്നാലോ അതിൽ കൂടുതൽ ബലമുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ ബലമുണ്ട് എന്നാണ് ഈ ധനുരാശിക്കാർക്ക് 3-ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വക്രഗതി കൊണ്ട്. അപ്പോൾ ശനി ബലവാനാണ്, അതിൻ്റെതായില്ല ഇതുണ്ടാവും എന്നാണ് പറയുന്നത്. 4-ൽ രാഹു, 6-ൽ വ്യാഴവും ചൊവ്വയും, 8-ൽ സൂര്യനും ബുധനും, 8-ൽ സൂര്യൻ മാത്രം, 9-ൽ ബുധനും ശുക്രനും, 10-ൽ കേതു. ഇതാണ് ഗ്രഹസ്ഥിതി. ഗ്രഹസ്ഥിതി പ്രകാരം പറയുകയാണെങ്കിൽ ശനി അനുകൂല ഭാവത്തിൽ വക്രഗതി നിൽക്കുന്നത് വളരെ ഉചിതപരമായിട്ടുള്ളൊരു സമയം തന്നെയാണ്. അത് കാരണം ധൈര്യം ഉണ്ടാവും, ആരോഗ്യം ഉണ്ടാവും, ആരോഗ്യവർദ്ധനവ് ഉണ്ടാവും, ശക്തി ഉണ്ടാവും, ശരീരപുഷ്ടി ഉണ്ടാവും, ഭക്ഷണത്തിന് യാതൊരുവിധ കുറവും ഉണ്ടാവില്ല, ഭക്ഷണപ്രിയം ഉണ്ടാവും, ഭക്ഷണ സാധനങ്ങൾ ഇഷ്ടംമാതിരി കഴിക്കാൻ, ഇഷ്ടവിഭവങ്ങൾ കഴിക്കാനുള്ള സാധ്യതയുണ്ടാവും, ആരോഗ്യ പുഷ്ടി ഉണ്ടാവും, ദേഹത്തിന് പുഷ്ടി വരുവാനുള്ള സാധ്യതകളെല്ലാം ഉണ്ടാവും, മനസാന്നിധ്യം ഉണ്ടാവും, കുടുംബത്തിൽ കലഹങ്ങൾ കുറഞ്ഞു വരുവാനുള്ള സാധ്യതകൾ ഉണ്ടാവും. കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടെങ്കിലും അതിന് സമാധാനപ്പെടുത്തുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് വരും. അതിനെ സമാധാനപ്പെടുത്തുകയും അതിനെ എങ്ങനെ പേരിടാം എന്നുള്ളതിനെ പഠിച്ച് ചിന്തിച്ച് വരുവാനുള്ള സാധ്യതയും മനസ്സിൻ്റെ ചില കഴിവുകൾ മൂലം തെറ്റുപറ്റിയതെല്ലാം തിരുത്തുവാനുള്ള അവസരങ്ങൾ വരുവാനുള്ള സാധ്യതകൾ ഉണ്ടാവും എന്ന് പറയുന്നത്. സഹായഹസ്തങ്ങൾ ഉണ്ടാവും. സഹായഹസ്തങ്ങൾ വെച്ച് പറഞ്ഞാൽ സഹായിക്കേണ്ടവരാരൊക്കെയാണോ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ, അതുപോലെ തന്നെ സ്നേഹിതന്മാർ, അതായത് കൂട്ടുകാരന്മാർ, ഫ്രണ്ട്ഷിപ്പുകൾ, അങ്ങനെയുള്ള ആളുകളുടെ സഹായങ്ങൾ നല്ലപോലെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ ആരോഗ്യം, ധൈര്യം, വീര്യം, ആരോഗ്യം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ആരോഗ്യം എന്ന് വെച്ച് പറഞ്ഞാൽ ഇപ്പോൾ തടി തന്നെ വേണമെന്നില്ല, തടിയില്ലാത്തവർ തടി വയ്ക്കും ഉള്ള സംശയമില്ല. അതുപോലെ ആരോഗ്യം ഉണ്ടാവും. തടി ഉണ്ടെങ്കിലും അവർക്ക് ആരോഗ്യ പുഷ്ടി നന്നായിട്ടുണ്ടാവും. അതായത് വലിയ ശരീരമാണെങ്കിലും ആരോഗ്യ പുഷ്ടി നന്നായിട്ടുണ്ടാവും. അതേസമയത്ത് നല്ല തടിയുള്ളവരൊക്കെ ആണെങ്കിൽ അതൊന്ന് കുറഞ്ഞു വന്നിട്ട് ഒരു ലെവലിലേക്ക് ഒരു സൈസ് കുറഞ്ഞു വരുവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. ഭവന നിർമ്മാണം, വാഹനയോഗം, അതിനുള്ള യോഗങ്ങളെല്ലാം കാണുന്നുണ്ട്. ധനസംബന്ധമായിട്ടുള്ള പ്രവൃത്തി മൂലവും ധനസംബന്ധമായിട്ടുള്ള സഹായഹസ്തങ്ങളും കടം വാങ്ങിച്ചിട്ടാണെങ്കിലും ചില കാര്യങ്ങൾ സാധിച്ചു വരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. പക്ഷെ കടം വാങ്ങിക്കരുത് എന്നാണ് പറയുന്നത്. കാരണം 6-ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴൻ കടബാധ്യതകളിലേക്ക് കൊണ്ട് എത്തിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ കടങ്ങൾ എവിടെ നിന്ന് ചോദിച്ചാലും കിട്ടും, അത് ഉറപ്പാണ്. കടം വേണോ, അല്ലെങ്കിൽ പൈസ വേണോ, ക്രെഡിറ്റ് കാർഡ് വേണോ, ഇന്നത്തെ കാലം കൊണ്ട് പറയുന്നത് ക്രെഡിറ്റ് കാർഡ് വേണോ, ഓൺലൈനിൽ ലോണ് വേണോ, അല്ലെങ്കിൽ പേഴ്സണൽ ലോണ് വേണോ, മൈക്രോ ഫൈനാൻസ് വേണോ എന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ച് വരും. അപ്പോൾ അങ്ങനെയുള്ള മേഖലകളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരായാലും സ്ത്രീകൾക്കാണ് ഈ മൈക്രോ ഫൈനാൻസുകൾ കൂടുതൽ കൊടുക്കാറുള്ളത്. അങ്ങനെയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം അത് ആക്കം കൂട്ടി വാങ്ങിച്ചു വെച്ച്, കാരണം 6-ൽ വ്യാഴനാണ്, അത് സൂക്ഷിക്കണം. കടബാധ്യതനെ കൊണ്ടുവരുത്തുന്ന ആളാണ് എന്ന് പറയണം. അതേസമയത്ത് കടത്തിനെ ചെറുക്കാനുള്ള മാർഗങ്ങൾ ഉണ്ട് താനും. കാരണം 6-ാം ഭാവത്തിൽ ചൊവ്വയുടെ കൂടെയാണ് നിൽക്കുന്നത്. ചൊവ്വ ആരാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ വ്യയാധിപനും, അതായത് ധനുരാശിൻ്റെ 12-ാം ഭാവാധിപനും 5-ാം ഭാവാധിപനുണ്ട്. അപ്പോൾ തിരസ്കരിക്കുവാൻ വേണ്ട എന്ന് പറയും, ധൈര്യപൂർവ്വം. കാരണം മടുത്തുപോയി, ഇനി വേണ്ട എന്ന് പറയും. അപ്പോൾ അത്രത്തോളം കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അതിന് ചെറുത്ത് നിൽക്കാനുള്ള കഴിവുണ്ടാവും എന്നാണ് പറയുന്നത്. ബുദ്ധിപരമായിട്ടുള്ള ചിന്തകൾ ചിലപ്പോൾ അവനവന് സഹിച്ചു എന്ന് വരില്ല. കാരണം
ബുദ്ധി അവനവൻ്റെ ബുദ്ധി ശരിയായിരിക്കില്ല. അത് കാരണം മറ്റുള്ളവരുടെ ഉപദേശം നേടുന്നത് നന്നായിരിക്കും. മറ്റുള്ളവരുടെ ഉപദേശം നേടുകയും മറ്റുള്ളവരുടെ പ്രവൃത്തികൾ മൂലം നടക്കുകയും ചെയ്യും. ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ഭർത്താവിനാണ് ഈ രാശിയെങ്കിൽ ഭാര്യയുടെ ഉപദേശവും, ഭാര്യയ്ക്കാണ് ഈ രാശിയെങ്കിൽ ഭർത്താവിൻ്റെ ഉപദേശവും നേടുവാൻ പറ്റിയൊരു സമയമാണ്. ഇത് രണ്ടും അനുകൂലമല്ലെങ്കിൽ നമ്മൾക്ക് പറ്റിയ ഉപദേഷ്ടാവ് ആരാണോ അവരുടെ ആലോചന സംഭരിക്കേണ്ടത് ആവശ്യമാണ് എന്നാണ് പറയുന്നത്. അതുപോലെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകളെല്ലാം സാധ്യമാണ്. അതിൽ യാതൊരു സംശയമില്ല. ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതയുണ്ട്. വിവാഹാദി മംഗളകർമ്മങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് ഐശ്വര്യ അഭിവൃദ്ധി വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം അറിയിക്കുന്ന വിദ്യകൾ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അധ്യാപകന്മാർക്കും സ്റ്റുഡൻറ്റന്മാർക്കും ഐക്യത വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. IT മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അലോപ്പതി മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കും അത്ര ഗുണകരമായിട്ടുള്ള സമയമല്ല എന്ന് തന്നെ പറയാം. അതിൽ പൊതുവെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് അത്ര ഗുണകരമായിട്ടുള്ള സമയമല്ല. അത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അത്ര ഗുണകരമല്ല. സേനാധിപത്യം വഹിക്കുന്ന ജവാന്മാർക്ക് ആണെങ്കിൽ അവർക്ക് ഗുണകരമായിട്ടാണ് കാണുന്നത്. ജവാന്മാർ പറഞ്ഞ പോലീസ് തൊട്ടിട്ട് മിലിറ്ററി മേധാവി തൊട്ടിട്ട് നാവികസേന, കരസേന, വ്യോമസേന, ഷിപ്പ് യാർഡ് എന്ന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണകരമായിട്ടാണ് കാണുന്നത്. അവർക്ക് ഗുണകരം തന്നെയാണ്. അതേസമയത്ത് മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലകൾ, സ്റ്റീൽ സംബന്ധമായിട്ടുള്ള മേഖലകൾ, ഇരുമ്പ് സംബന്ധമായിട്ടുള്ള മേഖലകളിൽ, ഹൈടെക് സംബന്ധമായിട്ടുള്ള മേഖലകളിൽ, അതുപോലെ ഹൈടെക് സംബന്ധമായിട്ടുള്ള മെക്കാനിക്കൽ എഞ്ചിനീയർമാരുടെ ബുദ്ധി പ്രകാരം ശാസ്ത്ര ഗവേഷണ മേഖലകളിൽ പ്രവർത്തിച്ച് ശാസ്ത്രങ്ങൾ കണ്ടുപിടിക്കുന്നതിൽ വിദ്വാൻമാരായിട്ട് മാറുകയും ചെയ്യുന്ന ചില ആളുകൾ ഇതിലുണ്ടാവും എന്നുള്ളതിൽ സംശയമില്ല. അവർക്ക് വിജയ സാധ്യത കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെ പറയാം. അവരുടെ ബുദ്ധിയിൽ ഉണർന്നല്ല എഴുതി വയ്ക്കുക, ഇപ്പോൾ പ്രവർത്തിക്കരുത്. ബുദ്ധിയിൽ എന്തൊക്കെയാണ് വരുന്നത് അതെല്ലാം ഇപ്പോൾ എഴുതി വയ്ക്കുക. ഈ മാസത്തിൽ പ്രാവർത്തികമാക്കരുത്, ആരോടും പറയരുത്. ചിന്തിക്കുന്ന ബുദ്ധികൾ മറ്റുള്ളതെല്ലാം ചേർന്ന് വരും. അതെല്ലാം ഒരു നോട്ട് ബുക്കിലോ അല്ലെങ്കിൽ മറ്റുള്ള ടൈപ്പിങ്ങിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഇതിലോ സേവ് ചെയ്ത് വയ്ക്കുക, ആരെയും കാണിക്കാതെ. അത് എത്താൻ ശ്രമിക്കുക. കാരണം വെച്ചാൽ അഷ്ടമത്തിലാണ്, ഇപ്പോൾ ധനുരാശിയുടെ 8ാം ഭാവത്തിലാണ് സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൂര്യ ചാരവസ്ഥാൻ ചിന്തിക്കുമ്പോൾ അത്ര ഉചിതപരമായിട്ടുള്ള സമയമല്ല. അതാണ് രാഷ്ട്രീയക്കാർക്ക് സൂക്ഷിക്കണം പറയുന്നത്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പഠിക്കുന്നവർക്ക്, ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ലോണുകൾ സംബന്ധമായിട്ടുള്ള മേഖലകളിൽ പഠിക്കുന്നവർക്ക്, ലോൺ അടയ്ക്കാൻ ബന്ധപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കടബാധ്യതയിൽ പഠിക്കുന്നവർക്കെല്ലാം കടങ്ങൾ പെരുങ്ങി വരുന്ന അവരുടെ ഉപദ്രവങ്ങൾ താങ്ങാൻ പറ്റാത്ത ലെവലുകൾ വന്നു ചേരുവാനുള്ള സാധ്യത. പക്ഷെ സഹായിക്കാൻ ആളുണ്ട് എന്നുള്ളത് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭാഗ്യസൂക്തം ആഴ്ചയിൽ ഒന്ന് വെച്ചിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നടത്തുകയാണെങ്കിൽ കുറേയൊക്കെ പരിഹാരങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. കർമ്മ മേഖലയ്ക്ക് യാതൊരുവിധ കുഴപ്പമില്ല എന്നുള്ളതാണ്. തൊഴിൽ മേഖല, ഇപ്പോൾ ചെയ്യുന്ന തൊഴിൽ മേഖല വർധനവുണ്ടാവും, ഭാഗ്യമുണ്ടാവും, തൊഴിൽ മേഖല പുരോഗതിക്കും. അതിലൊന്നും യാതൊരു സംശയം വേണ്ട. തൊഴിൽ അർഹിക്കുന്ന വരുമാന മാർഗത്തിന് തടസ്സമില്ല. പക്ഷെ വരുമാന മാർഗം ചിലപ്പോൾ കയ്യിൽ കാണില്ല എന്ന് വരും. കയ്യിൽ കാണില്ല എന്ന് വെച്ച് പറഞ്ഞാൽ കയ്യിലുണ്ടാവില്ല. കാരണം കിട്ടുന്ന പൈസ വേറെ വഴിക്ക് പോകും. കടത്തിലേക്കാണെങ്കിൽ ക്രെഡിറ്റ് കാർഡിൽ കാണും. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് മറ്റുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ ഇപ്പോൾ ഉള്ളത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെ പോകും എന്നൊക്കെയാണ് പറയുന്നത്. 12ാം ഭാവം ചിന്തിക്കുക. പാവം 15 സ്ഥാനം വ്യയങ്ങൾ, അതായത് പാഴ്ചെലവുകൾ ഒരുപാട് ചിലവാക്കാനുള്ള സ്ഥലങ്ങൾ. കാരണം നമ്മളിപ്പോൾ ₹1,00,000 കൈവച്ചിട്ട് ചിലപ്പോൾ വേണ്ടപ്പെട്ടതിന് ചിലവാക്കാതെ അനാവശ്യത്തിന് വേണ്ടി ചിലവാക്കാനുള്ള സാധ്യത പെട്ടെന്ന് മനസ്സിൽ കയറി വരും. ചിലപ്പോൾ പെട്ടെന്നുള്ളൊരു വസ്തു കാണുമ്പോൾ ആകർഷണീയമായിട്ട് അതിനെ വാങ്ങിച്ചു വെച്ചതിന് ശേഷം പറയും, അയ്യോ ഇത് വാങ്ങേണ്ടിയിരുന്നില്ല, നമുക്ക് മറ്റേ കാര്യം ചെയ്യായിരുന്നു എന്നുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിപൂർവമായിട്ടുള്ള ചിന്തകൾ കുറച്ച് പ്രവർത്തിക്കുന്ന സമയത്ത്, സാമ്പത്തികപരമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ചിന്തിച്ച് ചെയ്തു കഴിഞ്ഞാൽ ദോഷങ്ങൾ കുറഞ്ഞു വരും എന്നാണ് പറയുന്നത്. കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള മേഖലകളിൽ, IT സംബന്ധമായിട്ടുള്ള മേഖലകളിൽ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, അതുപോലെ മൊബൈൽ, ലാപ്ടോപ്പ് അങ്ങനെ ഉള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന ബിസിനസ് ചെയ്യുന്നവർക്കെല്ലാം ഈ മാസം കുറച്ച് ഡൗൺ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്.
പൊതു വിപണി കുറവായിരിക്കും എന്ന് പറയുന്നത്. വാഹന സംബന്ധമായിട്ടുള്ള മേഖലയിൽ വിപണികൾ കൂടാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നത്. സ്വർണ്ണാഭരണ മേഖലയിൽ ബിസിനസ് തകർച്ച വരുവാനുള്ള സാധ്യതയുണ്ട്. ഈ രാശിയിൽപ്പെട്ടിരുന്നവർക്ക് ബിസിനസ് കുറയാനുള്ള സാധ്യതയുണ്ട്. ജോലി സാധ്യതകൾ കുറയുവാനുള്ള സാധ്യതകളുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പരിഹാരമായിട്ട് ഇവിടെ ചാരവസാൽ നിൽക്കുമ്പോൾ വ്യാഴൻ 6 നിൽക്കുന്ന കാരണം മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. ഗുരുവായൂർ ദർശനം നടത്തുക. പറ്റുകയാണെങ്കിൽ ഗുരുവായൂർ ദർശനം നടത്തുക. ഗുരുവായൂർ ദർശനം നടത്തേണ്ട വിധം എങ്ങനെയാണ് എന്നുള്ളത് പറയുകയാണെങ്കിൽ അതിനെപ്പറ്റി പിന്നീട് ഒരു വീഡിയോ ഞാൻ പ്രത്യേകമായിട്ട് ഇടുന്നുണ്ട്. അത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പോൾ വന്നിട്ട് ഗുരുവായൂർ ദർശനം മാസത്തിൽ ഒരു പ്രാവശ്യം പോയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ചിലപ്പോൾ 6 വ്യാഴം നിൽക്കുന്ന കാരണം ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഇല്ലെങ്കിൽ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മാസത്തിൽ ഒരു പ്രാവശ്യം മഞ്ഞപ്പട്ട്, തുളസി മാല, ഒരു പാൽപ്പായസം കൊടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ ദോഷാധിക്യം കുറഞ്ഞു വരുവാനുള്ള സാധ്യതയുണ്ട്. അതേസമയത്ത് ഗുരുവായൂർ ഒരു പ്രാവശ്യം പോയി ഗുരുവായൂരപ്പൻ്റെ ദർശനം കണ്ട് കദളിപ്പഴം, വെണ്ണ, തിരുമുടിമാല, പാൽപ്പായസം, മമ്മിയൂർ ക്ഷേത്രത്തിൽ പോയിട്ടുള്ള എന്തെങ്കിലും യഥാശക്തി വഴിപാട് ഇതെല്ലാം നടത്തി വരികയാണെങ്കിൽ നല്ല പുണ്യം കിട്ടും എന്നുള്ള യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. കാരണങ്ങൾ അതിനുള്ള ധനം എവിടെ നിന്നെത്തും എന്ന് ചിന്തിക്കുന്നവർ കുറേ ആൾക്കാരുണ്ട്. കാരണം ദൂരദിക്കിലുള്ളവർക്കാണെങ്കിൽ, അടുത്തുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല, ദൂരദിക്കിലുള്ളവർക്കാണെങ്കിൽ പോയിട്ട് വരാൻ സൗകര്യം കുറവുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുള്ള ധനം നമുക്ക് വേറെ വഴിക്ക് വരും എന്നുള്ള യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ധനുരാശിക്കാർക്ക് ഈ മാസത്തിൽ പറയുവാനുള്ളത്. ധനുരാശിക്കാർക്ക് തന്നെ 21-ാം തീയതി തൊട്ടിട്ട് 28-ാം തീയതി തൊട്ടിട്ട്, അതായത് 8-ാം തീയതി തൊട്ടിട്ട് 16-ാം തീയതി വരെ, 8, 9, 10, 11, 12, 13, 14, 15, 16-ാം തീയതി വരെ ഗുണകരമായിട്ടുള്ള ദിവസങ്ങളാണ് കാണുന്നത്. അത് വിട്ട് കഴിഞ്ഞാൽ 26-ാം തീയതി തൊട്ട് 30-ാം തീയതി വരെ ഗുണകരമായിട്ടുള്ള ദോഷ ദിവസങ്ങൾ പറയുന്നത് 30-ാം തീയതിക്ക്, അതായത് ഓഗസ്റ്റ് മാസം 30-ന് ശേഷമാണ്. 30 പറയും, പിന്നെ ഒരു ദിവസം 31, പിന്നെ മാസങ്ങൾ മാറി. അപ്പോൾ അങ്ങനെയുള്ള ദിവസമാണ് കാണുന്നത്. അപ്പോൾ ഉചിതപരമായിട്ടുള്ള ദിവസങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ 8 to 16, 8, 9, 10, 11, 12, 13, 14, 15, 16, 8 ദിവസം നല്ല ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ ശുഭകാര്യങ്ങൾ ചെയ്യുക എന്നാണ് പറഞ്ഞു വരുന്നത്. അത് വിട്ട് പറഞ്ഞാൽ 26, 27, 28, 29, 30 ശേഷം ഞാൻ പറഞ്ഞില്ല ദോഷകാലമാണ് എന്ന് പറഞ്ഞു. ദോഷകാലമാണ് 30, 31, 2 ദിവസമുള്ളൂ. പിന്നെ പിറ്റേ മാസമാണ് വരുന്നത്. അപ്പം അങ്ങനെയുള്ളത് ധനുരാശിപ്രകാരം വരുന്ന, നക്ഷത്രപ്രകാരം വരുന്ന പരിഹാരങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ മൂല നക്ഷത്രക്കാർക്ക് ഗണപതി ഹോമം നടത്തുക. പൂരാട നക്ഷത്രക്കാർക്കാണെങ്കിൽ സഹസ്രനാമ അർച്ചന, സഹസ്രനാമ ജപം, വിഷ്ണുവിങ്കിൽ പ്രാർത്ഥന, പറ്റുമെങ്കിൽ ഒരു ത്രികാല പൂജ നടത്തുക. ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ ഉചിതപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും എന്നതിൽ യാതൊരുവിധ സംശയമില്ലാത്ത ഒരു കാര്യമാണ്. പിന്നെ ഉത്രാട നക്ഷത്രക്കാണെങ്കിൽ ശിവനെങ്കിൽ ധാരാവിളക്ക് മാല, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. നമസ്കാരം.